Okay, formal theory of angular momentum addition. So now we are in a position to study the formal theory of the angular momentum addition. Okay, so consider two angular momentum operators J1 and J2. So J1 is in one subspace and J2 is in other subspace. Okay, so J1 and J2 are belonging to different subspaces. So the components of J1 satisfy the usual angular momentum commutation relations. Similarly, the components of J2 also satisfy the angular momentum commutation relations. Okay. So J1 എന്ന് പറയുന്ന ആംഗുലർ മൊമെൻറ്റം ആണെങ്കിൽ ദാറ്റ് ഈസ് രണ്ട് പാർട്ടിക്കിൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ രണ്ട് ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ J1, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ J2. ഓക്കെ, സോ J1 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആവുമ്പോൾ അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എങ്ങനെ എഴുതാം? കമ്മ്യൂട്ടേഷൻ J1J, ഇത് I ആണ്. J1I, J1J is equal to IH cut into epsilon IJK into J1K. ദാറ്റ് ഈസ് നമുക്കിങ്ങനെ സൈക്ലിക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സെട്ര. ദാറ്റ് ഈസ് ഇതിന് നെഗറ്റീവുകൾ വരും. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ കേസും ഉണ്ടാവും അല്ലേ. സെക്കൻഡ് പാർട്ടിക്കിളിനാണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കിൾ വേറെ സബ്സ്പേസിലാണ് ഇരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് അതിൻ്റെ സബ്സ്പേസിലാണ്, അതായത് സ്പിൻ സബ്സ്പേസിലാണ്. സ്പിന്നല്ല, ഇവിടെ സബ്സ്പേസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J അല്ലേ, അപ്പം അതിൻ്റെ സബ്സ്പേസിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിക്കിൾ സബ്സ്പേസിലാണ്. അപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നത്. സോ കമ്മ്യൂട്ടേഷൻ റിലേഷൻ J2I, J2J is equal to IH cut into epsilon IJK into J2K. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കമ്പോണൻസ് ആയിട്ട് എഴുതാൻ പറ്റും. നൗ ഇവിടെ നോക്കുക, കമ്മ്യൂട്ടേഷൻ J1K, J2L is equal to 0. ഇവിടെ എന്താണ്? ഈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആണ്. അതെവിടെയാണ്? രണ്ടും രണ്ട് സബ്സ്പേസിലായതുകൊണ്ട് ഇത് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആണ്. സോ എന്ത് ചെയ്യും? അത് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് സബ്സ്പേസസ് കമ്മ്യൂട്ട്സ്. നൗ വി ആർ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻഫിനിറ്റിസിമൽ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസ് എൻ ക്യാപ്പിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, എബൌട്ട് എൻ ക്യാപ്പാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു സ്മോൾ ആംഗിൾ, ദാറ്റ് ഈസ് ഇൻഫിനിറ്റിസിമൽ ആംഗിൾ Δ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റിസിമൽ ഓപ്പറേറ്ററിനെ എങ്ങനെ എഴുതാം? 1 - I ഇൻറ്റു ഫസ്റ്റ് J1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 - I ഇൻറ്റു J1 ഡോട്ട് എൻ ക്യാപ്പ് ഇൻറ്റു Δ ഡിവൈഡ് ബൈ H കട്ട്, then into 1 - J2 dot n cap Δ divided by H cut. സോ രണ്ടിനെയും കൂടി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ടോട്ടൽ ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ എഴുതുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1 - I ഇൻറ്റു ഇവിടെ J1 ഉം J2 അപ്പോൾ ടോട്ടൽ J അല്ലേ വരിക. സോ ദാറ്റ് ടോട്ടൽ Jയുടെ പ്ലേസിൽ ടോട്ടൽ J പറഞ്ഞാൽ J1 + J2 ആണ്. ദാറ്റ് ഈസ് J1 + J2 എന്നാണ് വരേണ്ടത്. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. J1 ഇൻറ്റു 1, ദാറ്റ് ഈസ് ദി ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഇൻ ഏത് സബ്സ്പേസിലാണ് കിടക്കുന്നത്? J2ൻ്റെ സബ്സ്പേസിൽ കിടക്കുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എവിടെയാണ്? J1ൻ്റെ സബ്സ്പേസിൽ കിടക്കുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ് ഇവിടെ. 1 ഇൻറ്റു J2 ഡോട്ട് എൻ ക്യാപ്പ് Δ ഡിവൈഡ് ബൈ H കട്ട്. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J1 + J2 ആണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ 4ൽ. ഓക്കെ, നൗ ഇതിപ്പം ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള റൊട്ടേഷൻ ഓപ്പറേറ്ററാണ് നമ്മൾ കണ്ടത്. ഇനി എന്തുണ്ടായിരിക്കും? ഒരു ഫൈനൈറ്റ് ആംഗിൾ റൊട്ടേഷൻ ഓപ്പറേറ്റർ അല്ലേ. ഫൈനൈറ്റ് ആംഗിൾ എന്താ? D(r) ആണ് റൊട്ടേഷൻ ഓപ്പറേറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു D1(r) ഇൻറ്റു D2(r). അത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പാർട്ടിക്കിളിൻ്റെ D1(r), സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, സോ നമുക്ക് അതിനെങ്ങനെ എഴുതാം? D1(r) ഇൻറ്റു D2(r) is equal to D1(r) എന്തായിരുന്നു? e⁻ - I ഇൻറ്റു J ഡോട്ട് എൻ ക്യാപ്പ് 5 ഡിവൈഡ് ബൈ H കട്ടാണ്. ഇവിടെ പാർട്ടിക്കിൾ 1 ആയതുകൊണ്ട് J1 ഇൻറ്റു e⁻ I ഇൻറ്റു J2 ഡോട്ട് എൻ ക്യാപ്പ് 5 ഡിവൈഡ് ബൈ H കട്ട്. ഓക്കെ,
ഇവിടെ കൺസിഡർ ചെയ്യുമ്പം രണ്ട് സബ് സ്പേസിലാണെങ്കിലും റൊട്ടേഷൻ എങ്ങനെയാണ്, സെയിം ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സെയിം ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്നാണ് J1 + J2 നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷനാണ്. സോ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഇറ്റ് സാറ്റിസ്ഫൈ JI, കമ്മ്യൂട്ടേഷൻ JI, JJ is equal to IH cut into epsilon IJK into JK. Okay. From this we can say that angular momentum is the generator of the entire system. കാരണം ഇവിടെ ഈ J എന്ന് പറയുന്ന കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമ്മൾ എടുക്കുന്ന J ഏതാണ്, അഡീഷൻ ചെയ്തിട്ടുള്ള ടോട്ടൽ സിസ്റ്റത്തിൻ്റെ J ആണ്. സോ ദ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ജനറേറ്റർ ആണ് എന്ത്, J എന്ന് പറയുന്നത്. നൗ നമുക്ക് എന്ത് ചെയ്യണം, ബേസ് കെറ്റ്സ് സെലക്ട് ചെയ്യണം. ഓക്കെ, ബേസ് കെറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഈ ഭാഗത്തിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 ചോയ്സുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബേസ് കെറ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, അതിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ J1 2 J2 സ്ക്വയർ J1 സെറ്റ് J2 സെറ്റ് 2 പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, J1 സ്ക്വയർ ഉണ്ടായിരിക്കും, J1 സെറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് J2 സ്ക്വയർ ഉണ്ടായിരിക്കും, J2 സെറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ടോട്ടൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് J സ്ക്വയർ ഉണ്ടായിരിക്കും ആൻഡ് J സെറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും കുറച്ച് കോമ്പിനേഷൻസ് ആണ്. സോ സൈമൾട്ടേനിയസ് എയ്ഗൻ ഗെറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ എയ്ഗൻ ഗെറ്റ്സിനെ ചൂസ് ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ J2 J1 സ്ക്വയർ J2 സ്ക്വയർ J സെറ്റ്, ഇതിലേതെങ്കിലും ഇത് ഈ ഒരു സെറ്റിന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ബേസ് കെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ J1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള J1 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് ഉണ്ടാവുക, J1 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ. അതേപോലെ തന്നെ J2 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ J2 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ, J1 സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് M1 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ, അതേപോലെ തന്നെ J2 സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് M2. സോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ബേസ് കെറ്റ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈ ഒരു വഴിയിൽ നമുക്ക് ബേസ് കെറ്റ് എടുക്കാം. അതുകൂടാതെ നമുക്ക് ദിസ് ഓപ്പറേറ്റേഴ്സ് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സിൽ ഇവിടെ എന്താണ്, J സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് J1 കറസ്പോണ്ടിങ് ആയിട്ട് J1, J2 കറസ്പോണ്ടിങ് ആയിട്ട് J2, J സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് M. സോ ഇതിനെ നമുക്ക് എന്തെടുക്കാം, ബേസ് കെറ്റായിട്ട് എടുക്കാം. അങ്ങനെ 2 ഓപ്ഷൻസാണ് നമുക്ക് ബേസ് കെറ്റ്സിനെ ചൂസ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതെല്ലാം എന്താണ്, ഈച്ച് അതർ കമ്മ്യൂട്ട് ചെയ്യും. So this base ket is the simultaneous eigenket of these all operators. അതേപോലെ തന്നെ ഈ ബേസ് കെറ്റ് J1 J2 Jm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ദി സൈമൾട്ടേനിയസ് eigenket of these 4 operators. ആൻഡ് ഇതൊക്കെ എന്താണ്, ഈച്ച് അതർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്താണ്, ദിസ് കെറ്റ് J1 J2 M1 M2 satisfy this eigenvalue equations. Okay, that is when J1 square acting on J1 J2 M1 M2 we will get the eigenvalue J1 into J1 plus 1 h cut square into the same eigenket. ഓക്കെ, ഇതൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് J1 സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ J1 സെറ്റ് ഈസ് ആക്ടിങ് ഓൺ J1 J2 M1 M2. ഇറ്റ് ഗിവ്സ് യു M1 h cut into J1 J2 M1 M2. Similarly, the J2 square is acting on J1 J2 M1 M2. It will give you J2 into J2 plus 1 into h cut square into the same ket. And J2 set is acting on J1 J2 M1 M2. എന്താണ്, M2 h cut എന്ന് പറയുന്ന ഈഗൻ വാല്യൂ ഇൻറ്റു ആ സെയിം സ്റ്റേറ്റ് തന്നെയാണ് കിട്ടുക. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇതെല്ലാം മ്യൂച്വലി കമ്മ്യൂട്ടിങ്ങും ആണ്. ഇനി ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലെന്താണ്, ഓപ്ഷൻ ബിയിൽ J സ്ക്വയർ ഈസ് കമ്മ്യൂട്ടിങ് വിത്ത് J1 സ്ക്വയർ. പ്രൂവ് ദിസ് ഇക്വേഷൻ ബൈ J സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ J1 സ്ക്വയർ പ്ലസ് J2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു J1 സെറ്റ് ഇൻറ്റു J2 സെറ്റ് പ്ലസ് J1, അതായത് ഇത് ലാഡർ ഓപ്പറേറ്റേഴ്സ് ആണ്. J1 പ്ലസ് ഇൻറ്റു J2 മൈനസ് പ്ലസ് J1 മൈനസ് ഇൻറ്റു J2 പ്ലസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിലെന്താണ്, അപ്പോൾ ഇത് നമുക്ക് J സ്ക്വയർ
ഇത് എ ബി മൈനസ് ബി എന്നുള്ള ഫോമിലാണല്ലോ വരിക. അപ്പം നമുക്ക് ജെ സ്ക്വയർ ഇൻറ്റു, അതായത് ഇത് ഫുള്ള് ഇൻറ്റു ഒരു ജെ മൈനസ് ആ എ ബി മൈനസ് ബി എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കമ്മ്യൂട്ടേഷൻ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വാല്യൂ ഇക്വേഷൻസ് നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് J1² ഈസ് ആക്ടിങ് ഓൺ, ഇവിടെ ബേസ് കെറ്റ് എന്നാണ് J1 J2 Jm ആണ് നമ്മളെടുത്തത്. അപ്പം J1 ഇൻറ്റു J1 പ്ലസ് h കട്ട് സ്ക്വയർ ഇൻറ്റു സെയിം eigen കെറ്റ് തന്നെ വരും. ദെൻ J2² ആക്ട് ചെയ്യുന്നു. ദെൻ J² ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ആണ്. J² ഈസ് ആക്ടിങ് ഓൺ J1 J2 കെറ്റ് Jm. ഇറ്റ് വിൽ ഗിവ്സ് യു J ഇൻറ്റു J പ്ലസ് 1 ഇൻറ്റു h കട്ട് സ്ക്വയർ ഇൻറ്റു J1 J2 സെമിക്കോളൻ Jm. ഓക്കെ, ആൻഡ് J സെറ്റ് ആക്ട് ചെയ്യാണ്. J സെറ്റ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് MH കട്ട് കിട്ടും. ഓക്കെ, ദീസ് ആർ ദി eigen വാല്യൂ ഇക്വേഷൻസ് ഫോർ ഓപ്ഷൻ ബി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? J² J സെറ്റും കമ്മ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ J² J1 സെറ്റും കമ്മ്യൂട്ട് ചെയ്യുന്നു. J² J2 സെറ്റും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്ഷൻ എ നമ്മൾ സെലക്ട് ചെയ്ത eigen കെറ്റ് ഉണ്ടല്ലോ, ബേസ് കെറ്റുകൾ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഓപ്പറേറ്റേഴ്സ് J1² J2² J1 സെറ്റ് J2 സെറ്റ്. അത് ഓപ്ഷൻ ബിയിൽ വന്നതും J1² J2² J² J സെറ്റ്. അപ്പം ഇതിൽ രണ്ടിലും എന്തുണ്ട്? J1² കോമൺ ആയിട്ടുണ്ട്. രണ്ടിലും J1² ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം എന്താ ഈ J² നമുക്ക് ഓപ്ഷൻ എയിൽ അങ്ങനെ ഉപയോഗിച്ചുകൂടെ തോന്നാം. പക്ഷേ എന്താണ്, ഈ J² J1 സെറ്റും എന്താണ് കമ്മ്യൂട്ട് ചെയ്യണില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കമ്മ്യൂട്ടിങ് ഒബ്സർവേഴ്സിന് മാത്രമല്ല ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പം J² J1 സെറ്റും എന്ത് ചെയ്യുന്നില്ല? കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് J² J2 സെറ്റും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇനി നമ്മളൊരു കൺസിഡർ എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ആർബിട്രറി കെറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന 2 തരത്തിലെ കെറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന കെറ്റ് എന്താണ്? കെറ്റ് J1 J2 Jm എന്ന് പറയുന്ന കെറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് കെറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കെറ്റ് J1 J2 Jmനെ നമുക്ക് ആരുടെ ടേംസിൽ എഴുതാം? കെറ്റ് J1 J2 M1 M2ൻ്റെ ടേമിൽ എഴുതാം, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. കാരണം എന്താണ്? കംപ്ലീറ്റ്നെസ് തിയറം എന്താ പറയുന്നത്? സമ്മേഷൻ ഓവർ M1 M2 കെറ്റ് J1 J2 M1 M2 ഇൻറ്റു ബ്രാ J1 J2 M1 M2 ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കെറ്റ് J1 J2 Jmനെ ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. ഓക്കെ, സോ അതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ J1 J2 Jm എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിലുള്ള eigen കെറ്റും അതേപോലെ തന്നെ ഇത് ഓപ്ഷൻ എയിലുള്ള eigen കെറ്റും. അപ്പോൾ രണ്ടും തമ്മിലുള്ള റിലേഷനാണ്, രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ്? ഒരു മെട്രിക്സ് എലമെൻ്റ് ആണല്ലേ. ഇതിലെന്താണ്? J1 J2 M1 M2ഉം J1 J2 Jm കൂടി കണക്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ് എലമെൻ്റ് ആണെന്ന് മനസ്സിലായി. സോ ഈ മെട്രിക്സ് എലമെൻറ്റ് ആക്ച്വലി ഇതൊരു സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്, ഇതൊരു സ്കെയിലാറാണ്. സോ നമുക്ക് സ്കെയിലാറിനെ നമ്മളിപ്പോൾ കെറ്റിൻ്റെ ഇവിടെ ഈ സൈഡിലിട്ടാലും ഈ സൈഡിലിട്ടാലും ഒരേപോലെ തന്നെയാണ്. സോ നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇക്വേഷൻ എന്തായിട്ട് മാറി? നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ ഈ മെട്രിക്സ് എലമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഒരു സ്കെയിലാറാണ്, അതൊരു റിയൽ ആയിട്ടുള്ള എലമെൻ്റ് ആണ് കേട്ടോ. സോ ദിസ് J1 J2 M1 M2 കെറ്റ് J1 J2 Jm എന്ന് പറയുന്നതാണ് ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാണ്? Jm കണ്ടോ? ഈ Jm എന്ന് പറയുന്നത് ദാറ്റ് ഈസ് J1 J2 Jm എന്ന് പറയുന്ന ബേസ് കെറ്റിൽ നിന്ന് J1 J2 M1 M2 എന്ന് പറയുന്ന ബേസ് കെറ്റിലേക്കുള്ളൊരു കണക്ഷനാണിത് കാണിക്കുന്നത് അല്ലേ. നമ്മൾ തുടങ്ങിയത് Jm എന്നാണോ, നമുക്ക് കിട്ടിയ സ്റ്റേറ്റ് എന്തായി? M1 M2 സ്റ്റേറ്റാണ് നമുക്ക് കിട്ടിയത്. സോ ദിസ് ഈസ് ദി ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻറ്റ്. നൗ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻ്റ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ആവുന്ന കേസിൽ മാത്രമേ ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ M ഈക്വൽ ടു M1 പ്ലസ് M2 അല്ലാത്ത കേസിലൊക്കെ ക്ലെപ്ഷ്-ഗോർഡാൻ കോഎഫിഷ്യൻറ്റ് വാനിഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുള്ള പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ J സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്മുടെ അഡീഷൻ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ J സെറ്റ് ആണല്ലോ. അപ്പോൾ J സെറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? J1 സെറ്റ് പ്ലസ് J2 സെറ്റ് ആണ്. സോ നമുക്കിതിന് എന്ത് ചെയ്യാം? J1 സെറ്റ് മൈനസ് J സെറ്റ് മൈനസ് J1 സെറ്റ് മൈനസ് J2 സെറ്റ് ഈസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം അല്ലേ. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിലേക്ക് കെറ്റ്
ഇത് ടോട്ടലായിട്ടുള്ള ഈ ഓപ്പറേറ്റർ ഏതിൽ ആക്ട് ചെയ്യാണ്? കെറ്റ് ഓക്കെ, ഈ ഒരു ഓപ്പറേറ്റർ കെറ്റ് J1 J2 JMൽ ആക്ട് ചെയ്യാണ്, ആക്ട് ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ വിത്ത് ബ്രാ J1 J2 M1 M2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഇക്വേഷന് രണ്ട് സൈഡിലും. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യുക, അതായത് ഓപ്പറേറ്റർ JZ ഏതിലാണ് ആക്ട് ചെയ്യുന്നത്? JZ എമ്മിൽ ആക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MH കട്ട് കിട്ടും ഈഗൻ വാല്യൂ. ദെൻ J1Z M1ൽ ആക്ട് ചെയ്തു, നമുക്ക് M1H കട്ട് കിട്ടും ഈഗൻ വാല്യൂ. അതേപോലെ J2Z M2ൽ ആക്ട് ചെയ്തു, നമുക്ക് M2H കട്ട് കിട്ടി അല്ലേ. ദെൻ ബാക്കിയുള്ളത് എന്താണ്? ഈ ബ്രായും കെറ്റും അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് ഈസ് നമുക്കിതിന് H കട്ടിനെ ക്യാൻസൽ ചെയ്യാമല്ലോ. H കട്ടിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഈ M1 മൈനസ് M2 M മൈനസ് M1 മൈനസ് M2 ഇൻറ്റു ദിസ് മെട്രിക്സ് എലമെൻറ്റ്. അപ്പം ഈ മെട്രിക്സ് എലമെൻറ്റ് എന്താണ്? ഇതാണ് നമ്മുടെ CJ കോഎഫിഷ്യൻറ്റ്. ഇത് രണ്ടും ഈക്വൽ ടു 0 എന്ന് പറയാം. സോ രണ്ട് കേസുകളാണ് ഉള്ളത്. എന്താണ്? സോ ഒന്നുകിൽ ഈ ഒരു ടേം 0 ആവണം, അതല്ലെങ്കിൽ ഈ ഒരു ടേം 0 ആണ്. അപ്പം നമ്മുടെ എയിം എന്താണ്? മെട്രിക്സ് എലമെൻറ്റ് 0 ആവരുത്. മെട്രിക്സ് എലമെൻറ്റ് വാല്യൂ കിട്ടുന്നത് എപ്പോഴായിരിക്കും? ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് M മൈനസ് M1 മൈനസ് M2 ഇസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. ദാറ്റ് ഈസ് M ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2. അപ്പോൾ M ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ആയാൽ മാത്രമേ CJ കോഎഫിഷ്യൻറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത് വെച്ചാൽ CJ കോഎഫിഷ്യൻറ്റ് വാനിഷ് അൺലെസ് മോഡ് J1 മൈനസ് J2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു J ലെസ് ദാൻ ഓർ ഈക്വൽ ടു J1 പ്ലസ് J2. അപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും J1 മൈനസ് J2ൻ്റെയും J1 പ്ലസ് J2ൻ്റെയും ഇടയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ CJ കോഎഫിഷ്യൻറ്റ് വാനിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് എന്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്? നമ്മുടെ വെക്റ്റർ മോഡൽ ഓഫ് ആംഗുലർ അഡീഷൻ ഉള്ളത് J ഇസ് ഈക്വൽ ടു J1 പ്ലസ് J2 എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഉള്ളതാണ് ജെയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ J1 പ്ലസ് J2 ന്ന് J1 മൈനസ് J2 വരെയുള്ള അതിൻ്റെ ഇടയിലാണ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ CJ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് പോകും. സോ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് ഡയമെൻഷനാലിറ്റി പറയാൻ പറ്റും. എന്ന് വെച്ചാൽ രണ്ട് സബ്സ്പേസിൽ വെച്ച് ചെയ്താൽ, അപ്പോൾ നമ്മൾ കെറ്റ് J1 J2 JM വെച്ച് ചെയ്താലും കെറ്റ് J1 J2 M1 M2 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഡയമെൻഷനാലിറ്റി ഈക്വൽ തന്നെ ആയിരിക്കും. നമ്മൾ ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഡയമെൻഷനാലിറ്റി ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ 2J പ്ലസ് 1 ഇൻറ്റു 2J1 പ്ലസ് 1 ഇൻറ്റു 2J2 പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഏത് ബേസ് കെറ്റ് എടുത്താലും നമുക്ക് ഒരേ ഡയമെൻഷൻ തന്നെയാണ് വരിക നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ. അപ്പം J1 എന്ന് പറയുന്ന സബ്സ്പേസിൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ J1 എന്ന് പറയുന്ന സബ്സ്പേസ് ആണ്. അപ്പോൾ അവിടെ 2J1 പ്ലസ് 1 M വാല്യൂ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ J2 എന്ന് പറയുന്ന സബ്സ്പേസിലാണെങ്കിൽ 2J2 പ്ലസ് 1 M2 വാല്യൂസ് ഉണ്ടായിരിക്കും. സോ എന്താണ് M/M, അതായത് 2J പ്ലസ് 1 ഇൻറ്റു 2J2 പ്ലസ് 1 ആയിരിക്കും അതിൻ്റെ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതൊന്ന് എന്താ പറയുക ഒന്ന് പ്രൂവ് ചെയ്യാണ്. സോ ദിസ് വിൽ ബി അവർ ഇക്വേഷൻ. അപ്പം എന്താണ്? സോ M ഈസ് ഈക്വൽ ടു J എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അതായത് JM കൗണ്ടിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ Jയും ടോട്ടൽ Mഉം എടുക്കുന്നത്. സോ M ഈസ് ഈക്വൽ ടു 2J പ്ലസ് 1 ആണ്. ആൻഡ് ഇതിൻ്റെ വാല്യൂ ഈ രണ്ട് J1 പ്ലസ് J2ൻ്റെയും മോഡ് J1 മൈനസ് J2ൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഈ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഏതാണോ വലുത്, J1 ആണോ J2 ആണോ വലുത് നോക്കിയിട്ട് നമുക്കത് എഴുതാം. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യണം J1 ഗ്രേറ്റർ ദാൻ J2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2J പ്ലസ് 1 ആണ്. Jയുടെ വാല്യൂ എവിടെ നിന്ന് മുതൽ എവിടെ വരിക? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് J1 മൈനസ് J2 മുതൽ J1 പ്ലസ് J2 വരെയാണ്. ദെൻ അതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2J പ്ലസ് 1 ഇൻറ്റു 2J2 പ്ലസ് 1 കിട്ടി. അതായത് നമുക്ക് ഏത് തരത്തിൽ ഏത് ഡയമെൻഷൻ ഏത് സ്പേസ് കെറ്റ് ബേസ്, അപ്പം ഏത് കെറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഡയമെൻഷനാലിറ്റി സെയിം ആണ് കിട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CJ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി മെട്രിക്സ് ഫോം ചെയ്യും. ആ മെട്രിക്സ് എലമെൻറ്റ്സ് എന്താ റിയൽ ആയിരിക്കും. ആ റിയൽ ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് കോഎഫിഷ്യൻറ്റുകൾ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം J1 J2 JM കെറ്റ് J1 J2 M1 M2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്താലും എന്ത് തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ J1 J2 M1 M2 J1 J2 JM എന്ന് പറയുന്നത് സെയിം ആണ്. സോ യൂണിറ്ററി പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ J ഇൻറ്റു സമ്മേഷൻ ഓവർ M ഇൻറ്റു J1 J2 M1 M2 കെറ്റ് J1 J2 JM
ആൽജിബ്ര J1 J2 M1 പ്രൈം M2 പ്രൈം ഇൻറ്റു J1 J2 J എന്ന് പറഞ്ഞാൽ ഡെൽറ്റ M1 ഇൻറ്റു M1 പ്രൈം ഡെൽറ്റ M2 ഇൻറ്റു ഡെൽറ്റ M2 M2 പ്രൈം. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് സമ്മേഷൻ ഓവർ M1 M2ൻ്റെ ടേമിൽ മാറ്റി ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡെൽറ്റ J J പ്രൈം ഡെൽറ്റ M പ്രൈം എന്ന് വ്യത്യാസം വരും. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പറയുന്നത്. അതായത് J പ്രൈം ഈക്വൽ ടു J ആണ്, അതേപോലെ തന്നെ M പ്രൈം ഈക്വൽ ടു M1 പ്ലസ് M2 ആണ് പറഞ്ഞാൽ നമ്മുടെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്തായിട്ട് മാറും? നോർമലൈസേഷൻ കണ്ടീഷനായിട്ട് മാറും. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ജസ്റ്റ് നോക്കുക കേട്ടോ. നോർമലൈസേഷൻ കണ്ടീഷൻ ആയിരിക്കില്ല, അതായത് മോഡ് വരും, മോഡ് സ്ക്വയർ വരും. ആൻഡ് ദെൻ CJ കോഫിഷ്യൻ നമുക്ക് വിഗ്നേഴ്സ് 3J സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ.